കേന്ദ്രമന്ത്രി ശോഭാ കരന്തൽജെ ഈയിടെ ഒരു പ്രസ്താവന ഇറക്കിയുണ്ടായി. കേരളത്തിൽ ബിസിനസ് ജിഹാദ്, ലാൻഡ് ജിഹാദ് തുടങ്ങിയ കാര്യങ്ങളുണ്ടെന്ന്. ഇതിനെതിരെ ആദ്യം പറഞ്ഞവരായിരുന്നു പൂഞ്ഞാറിലെ മുൻ MLA ആയിരുന്ന PC ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും. ഇപ്പോൾ ഇത് വീണ്ടും വാർത്തയാകുമ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് ഷോൺ ജോർജും PC ജോർജും വളരെ മുമ്പ് തന്നെ നമ്മുടെ മുന്നേ അവതരിപ്പിച്ചൊരു ഇഷ്യൂ ആണ്. അതെ, ലവ് ജിഹാദ്, അതുപോലെ ലാൻഡ് ജിഹാദ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ പറ്റിയും കേരളം നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അവർ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ മറച്ചു വയ്ക്കാനും വിഷയം വഴിമാറ്റാനും വേണ്ടി ഇതിനിടയ്ക്ക് ചിലർ FCR വിവാദം എടുത്തുകൊണ്ട് വന്നു. ഒരാവശ്യമില്ലാത്ത കാര്യമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഈ രാജ്യത്തിന് വേണ്ടിയുള്ളൊരു നിയമം അത് നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ചില മതങ്ങൾക്ക് വിരുദ്ധമാണ് എന്നൊക്കെയുള്ള നെഗറ്റീവ് കൊണ്ടുവന്ന് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞതിനെ മാറ്റാനാണ് നോക്കിയത്. പക്ഷേ ആ വിഷയത്തിലേക്ക് കേന്ദ്രമന്ത്രി വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുക. ഇവിടെ നമുക്ക് കൃത്യമായിട്ടൊരു സാധനമുണ്ട്. കേരളം നേടുന്ന ഭീഷണികളുണ്ട്, ഭീകരവാദ ഭീഷണിയുണ്ട്. ഇവിടെ പെൺകുട്ടികളെ മതം മാറ്റി കൊണ്ടുപോകുന്നൊരു വിഷയമുണ്ട്. അവർ മയക്കുമരുന്നിന് അടിമപ്പെടുത്തി കൊണ്ടുപോകുന്ന സാധനമുണ്ട്. ഇവിടുത്തെ ചെറുപ്പക്കാരെ മയക്കുമരുന്നിന് അടിമകളാക്കിയിട്ട് അവരെ ഈ രാജ്യത്തിന് കൊള്ളാത്തവരാക്കി മാറ്റുന്നുണ്ട്. കരുതിക്കൂട്ടി ഇവിടെ ഭൂമി ഒരു കൂട്ടം ആൾക്കാർ കയ്യിലാക്കാൻ നോക്കുന്നുണ്ട്. ബിസിനസ്സുകൾ അവർ മാത്രമായിട്ട് പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. വേറൊരാൾ വരുമ്പം ചില കൂട്ടർ അവരെയൊക്കെ തടുക്കാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പല കാര്യങ്ങളും ഇവിടെ മുന്നിൽ ചർച്ച കൊണ്ടുവന്ന ആൾക്കാരാണ് ധീരനായ PC ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും. അതിൻ്റെ പേരിൽ വെറുക്കപ്പെട്ടിട്ടുണ്ട് ഇവരൊക്കെ. പക്ഷേ കേരളീയ സമൂഹം ഇപ്പോൾ ആലായിലും പൂഞ്ഞാറുള്ള ആൾക്കാരെ അങ്ങനെ വെറുക്കൊന്നുമില്ല. അവർ ശരിക്കും പറഞ്ഞ് ഇത് കേട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർ തന്നെയാണ്. അവർ തിരിച്ചറിഞ്ഞവരാണ്. പെൺകുട്ടികളെ മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കേരളം നേരത്തെ തന്നെ ഇറച്ചിട്ടുള്ള തെളിവുണ്ടല്ലോ. തെളിവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇന്നും ആ പോയവർ തിരിച്ചു വന്നോ? അഫ്ഗാൻ ജയിലിൽ കിടക്കുകയല്ലേ. അപ്പോൾ അവർക്കറിയാം ഞങ്ങളുടെ പെൺകുട്ടികൾ അവിടെ പോയി. ആ ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികളവിടെ. നമ്മളും ചോദിക്കേണ്ടതുണ്ട്, നമ്മുടെ കുട്ടികളവിടെ. അങ്ങനെ അപ്പോൾ പാലായിലെ പല വിഷയങ്ങളും ഷോൺ എടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് അവിടുത്തെ വഴിയുടെ പ്രശ്നങ്ങളുണ്ട്. പാല എത്രമാത്രം മനോഹരമാകാമായിരുന്നു. പാലായിൽ നിന്ന് ആൾക്കാർ പലായനം ചെയ്ത് എങ്ങോട്ടായി പോയിരിക്കുന്നത്. മൊത്തം കേരളത്തിൻ്റെ വിഷയമാണ്. എല്ലായിടത്തും ആൾക്കാർ കാനഡയും യൂറോപ്പും ഒക്കെ തേടിപ്പോയി. എന്നിട്ട് അവിടെ പോയിട്ട് കഷ്ടപ്പെടുകയാണ്. നല്ല ജോലി കിട്ടുന്നോർത്ത് പോയിട്ട് വീട്ടുപണിക്ക് നിൽക്കുന്നു, കക്കൂസ് കഴുകുന്നു. അവൻ ഇവിടെ ജീവിച്ച പരിസ്ഥിതിയിലൊന്നും അല്ല അവിടെ നിൽക്കുന്നത്. ഇത് എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ നശിക്കണോ? അവർക്ക് സ്വന്തം അച്ഛനമ്മമാരുടെ കൂടെ നിൽക്കണ്ടേ? ഇവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കണ്ടേ? ഈ നാട്ടുകാരായിട്ട് ജീവിക്കണ്ടേ? ഒന്നുമില്ലാതെ ഒരു വിലയില്ലാണ്ട് അന്യനാട്ടിൽ അന്യൻ്റെ അടിമയായിട്ട് ജീവിക്കുകയാണോ വേണ്ടത്? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഷോൺ ഉയർത്തുന്നുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പല പല കാര്യങ്ങൾ, അതായത് ഭീകരവാദ ഭീഷണി, ഈ പറഞ്ഞ ലാൻഡ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, കൂട്ടത്തിൽ ഇവിടുത്തെ ചെറുപ്പക്കാർ പലായനം ചെയ്ത് ഇവിടെ നിന്ന് ഇല്ലാണ്ടായി പോണത്, ഇവിടുത്തെ ഭൂമി വല്ലവരായിട്ട് മാറിപ്പോണത്, സ്വന്തം അച്ഛനമ്മമാർക്ക് മക്കൾ നോക്കാൻ ഇല്ലാണ്ട് വരുന്ന അവസ്ഥ, ഈ നാട് അനാഥമായി പോകുന്നത്, ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ അവർ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി ചില ആൾക്കാർ FCR എടുത്തുകൊണ്ട് വന്നിരിക്കുക. കേന്ദ്രമന്ത്രി ചെയ്തത് കൃത്യമായ കാര്യമാണ്. അവർ ഷോൺ ജോർജും PC ജോർജും ഉന്നയിച്ച വിഷയങ്ങളെന്തോ അതിലേക്ക് ചർച്ചകൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുക ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലായിൽ ഷോണും പൂഞ്ഞാറിൽ PCയും ഇവർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാനുണ്ട്. അവിടുത്തെ ജനത കേൾക്കുന്നുണ്ട്. അവർ കേൾക്കുകയും ചെയ്യും. ഈ രണ്ടുപേരെയും വിജയിപ്പിക്കുകയും ചെയ്യും.